പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിൻ്റെ മഹത്വമുണ്ടാകട്ടെ. എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ബൈബിളിൻ്റെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. യോശുവയുടെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു: നിൻ്റെ ദൈവമായ യഹോവ നീ പോകുന്നിടത്തൊക്കെ നിന്നോടുകൂടെ ഉള്ളതുകൊണ്ട് ഉറപ്പും ധൈര്യവും ഉള്ളവനായിരിക്കുക, ഭയപ്പെടരുത്, ഭ്രമിക്കുകയും അരുത് എന്ന് ഞാൻ നിന്നോട് കൽപ്പിച്ചുവല്ലോ. പ്രൈസ് ഗോഡ്. നമ്മൾ നോക്കുമ്പോൾ യോശുവയോട് ഉറപ്പും ധൈര്യവും ഉള്ളവനായിരിക്കുക എന്ന് ഒരു പ്രാവശ്യമല്ല ആ 1-ാമത്തെ ചാപ്റ്ററിൽ തന്നെ പറഞ്ഞിരിക്കുന്നത്. 6-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, 7-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, 9-ാമത്തെ വാക്യത്തിലും പറയുന്നുണ്ട്. എന്ത്? നീ ഉറപ്പും ധൈര്യവും ഉള്ളവനായിരിക്കുക. ഹിസ്റ്റോറിയൻസൊക്കെ യേശു കർത്താവിൻ്റെ ശിഷ്യന്മാരെക്കുറിച്ച് പറയുന്നത് നമുക്കറിയാം. മത്തായി, തോമസ്, ജെയിംസ്, ഫിലിപ്പ്, പീറ്റർ, ആൻഡ്രൂ, ബർത്തലോമായി, ജെയിംസ്, സൈമൺ ആൻഡ് തദ്ദേസ്, അവരെല്ലാം യേശുവിനെ ഫോളോ ചെയ്തുകൊണ്ട് അവരെ മർഡർ ചെയ്തു, അല്ലേ? യൂദ ഒറ്റിക്കൊടുത്തു, പിന്നെ പോയി കേട്ട് ഞാൻ ചത്തതെന്ന് നമുക്കറിയാം. എന്നാൽ യോഹന്നാനെ തിളച്ച എണ്ണയിൽ ഡൊമിനീഷ്യൻ ചക്രവർത്തി ഇട്ടിട്ടും താൻ മരിക്കാഞ്ഞത് കാരണം തന്നെ പത്മോസിൽ കൊണ്ടയച്ചതും വിട്ടതുമൊക്കെ നമുക്കറിയാം. ഇവരൊക്കെ ദൈവത്തിൻ്റെ പാത പിൻപറ്റിയവരാ, അനുഗമിച്ചവരാ. പക്ഷെങ്കിൽ ഭയം പലപ്പോഴും അവരെയൊക്കെ ത്രറ്റൻ ചെയ്ത് കാണും. നമ്മുടെ ജീവിതത്തിലും ഭയം നമ്മെ ത്രറ്റൻ ചെയ്താൽ നമ്മൾ നമ്മുടെ മനസ്സ് മാറ്റും. എന്നിട്ട് ഒരു സേഫ് കളി നമ്മളങ്ങ് കളിക്കും. പക്ഷെ ഓർത്തോണം, യോശുവയോട് ദൈവം പറഞ്ഞത് ബി സ്ട്രോങ് ആൻഡ് കറേജിയസ്. എത്ര പ്രാവശ്യമാണ്? 3 പ്രാവശ്യം ദൈവം അവനെ എൻകറേജ് ചെയ്യുക. നമ്മൾ ഫേസ് ചെയ്യുന്ന പോലെ തന്നെ റിയലായിട്ടുള്ള വലിയ പ്രോബ്ലംസാണ്. യോർദാൻ, യെരിഹോ, ഹായ് ഒക്കെ യോശുവയ്ക്ക് ഫേസ് ചെയ്യേണ്ടി വന്നു. ഞാനും യോശുവയും ഒക്കെ ഒന്ന് പറയാൻ പറ്റുമോ? സെയിം സോഴ്സ് ഓഫ് സ്ട്രെങ്താണ് ഷെയർ ചെയ്യുന്നത്. ആ സ്ട്രെങ്ത് ഏതാ? ദൈവത്തിൻ്റെ ശക്തി, ദൈവം തരുന്ന സ്ട്രെങ്ത്ത്. പിതാവാൻ ദൈവം നമ്മോടുകൂടി ഇരിക്കും. യേശു കർത്താവ് നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച് റിസ്ക് എടുക്കാനായിട്ട് നമ്മെ കമ്പൽ ചെയ്യും. ആത്മാവ് നമുക്ക് ജ്ഞാനം തരും. നമുക്ക് ആവശ്യമുള്ള സമയത്ത്, ഇൻ ടൈംസ് ഓഫ് നീഡ് ദ സ്പിരിറ്റ് വിൽ ഗീവ് അസ് വിസ്ഡം. വിശ്വസിക്കുക ദൈവത്തിലെ. അതുകൊണ്ട് ഒരിക്കലും ഭയത്തിന് അടിമപ്പെട്ടു പോകരുത്. ദൈവം നിന്നെ എന്ത് ചെയ്യാനായിട്ട് വിളിച്ചോ അത് നീ ചെയ്യുക. നീ സ്ട്രോങ് ആയിരിക്കണം കുഞ്ഞെ, നീ കറേജിയസ് ആയിരിക്കണം കുഞ്ഞെ. കാരണം ദൈവം നിന്നോടുകൂടെയുണ്ട്. ആ ദൈവം നിന്നെ ഉപേക്ഷിക്കുന്ന ദൈവം അല്ല. പ്രൈസ് ഗോഡ്. പുറകോട്ടൊക്കെ തിരിഞ്ഞു നോക്കിയാൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഏതെല്ലാം അനുഭവങ്ങളിൽ കൂടി നമ്മൾ കടന്നുപോയി, അല്ലേ? വിവാഹ ജീവിതം, അല്ലേ? ആദ്യത്തെ കുഞ്ഞുണ്ടായി, കുഞ്ഞുങ്ങളെ ഓരോരുത്തരെ വളർത്തിയ സമയങ്ങൾ, നമ്മൾ ചെയ്ത ജോലികൾ, നമ്മുടെ ലൈഫ് ഒത്തിരി ഡിഫറൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ കൂടെ ഒക്കെ കടന്നുപോയി. അങ്ങനെ വ്യത്യാസങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരുന്നത് ഹാർഡായിരുന്നു. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഓർത്ത് നോക്കിക്കേ. പേരൻസിനും, പ്രത്യേകിച്ച് ആ ന്യൂ ബോൺസ് കയ്യിലുള്ള പേരൻസിനൊക്കെ ഒത്തിരി കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും. പുതിയ ജോലി സ്ഥലത്ത് ചെല്ലുമ്പോൾ ഹാർഡായിരിക്കും. എന്നാൽ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ. നമ്മുടെ റുട്ടീനായിട്ടുള്ള നമ്മുടെ ആ ഒരു ജോലികളൊക്കെ ചെയ്തു തീർക്കുന്നതിൽ നമ്മൾ വളരെ പ്രോംപ്റ്റ് ആൻഡ് പങ്ക്ച്വലായിട്ട് പോവുകയാണെങ്കിൽ ടഫായിട്ട് തോന്നുന്ന കാര്യങ്ങളൊക്കെ നമുക്കിഷ്ടമായിട്ട് വരുവാൻ തക്കവണ്ണം ഇടയാകും. പ്രൈസ് ദി ലോർഡ്. എന്ത് പെട്ടെന്നാണ് യോശുവയെ ചുമതല ഏൽപ്പിച്ചത്, അല്ലേ? യോശുവയുടെ പുസ്തകം 1-ാം അധ്യായം തുടങ്ങുന്നത് തന്നെ ഇങ്ങനെയാണ്: യഹോവയുടെ ദാസനായ മോശയുടെ മരണശേഷം യഹോവ നൂൻ്റെ മകനായി മോശയുടെ ശുശ്രൂഷകനായ യോശുവയോട് അരുളി ചെയ്തത്.
എന്നും പറഞ്ഞ് അങ്ങ് പറയുക. മോശ ആരായിരുന്നു? യോശുവയ്ക്കൊരു മെൻറ്ററായിരുന്നു. പക്ഷേ മോശ മരിച്ചു. അപ്പോൾ മോശയെ അങ്ങ് ഫോളോ ചെയ്യുമായിരുന്നു ആ വിൽഡർനെസ്സിൽ, മരുഭൂമിയിൽ. ആര്? യോശുവ. പക്ഷേ ഇപ്പോൾ ജനം മുഴുവൻ ആരെയാണ് പിൻപറ്റുന്നത്? യോശുവയെ പിൻപറ്റുക. അതുകൊണ്ട് യോശുവ എന്ത് ചെയ്തു? പുറകോട്ട് നോക്കി. ദൈവത്തിൻ്റെ ആ രക്ഷിക്കുന്ന സ്നേഹം, ആ പുറപ്പാടിൻ്റെ സമയത്ത്, എക്സോഡസിൻ്റെ സമയത്ത് ദൈവം എങ്ങനെ അവരെ പ്രൊട്ടക്റ്റ് ചെയ്തു? അത്ഭുതകരമായി അവരെ പ്രൊട്ടക്റ്റ് ചെയ്തില്ലേ? മരുഭൂമിയിൽ കൂടി നടന്നപ്പോൾ താൻ എന്തൊക്കെ അവരോട് വാഗ്ദത്തം ചെയ്തിരുന്നുവോ ആ വാഗ്ദത്തങ്ങളൊക്കെ നിറവേറത്തക്ക വിധം അവൻ അരുളി ചെയ്തില്ലേ? ഭാവിയിലേക്ക് യോശുവയ്ക്ക് നോക്കാൻ പറ്റുന്നില്ല. പക്ഷേ അവൻ്റെ പാസ്റ്റിലേക്ക്, പുറയിലേക്ക് അവന് തിരിഞ്ഞു നോക്കുവാനായിട്ട് കഴിയുമല്ലോ, അല്ലേ? നമ്മളും അതുപോലെ തന്നെ ചില സമയത്ത് കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം നമ്മെ നടത്തിയത് ഓർത്തേ പറ്റൂ. ലുക്ക് ബാക്ക് ആൻഡ് ഫിക്സ് യുവർ ഐസ് ഓൺ ജീസസ്. അവൻ്റെ സ്നേഹവും അവൻ്റെ ആ ശക്തിയും താൻ ക്രൂശിൽ പ്രദർശിപ്പിച്ചത്, ക്രൂശിൽ എക്സിബിറ്റ് ചെയ്തത് ഒന്ന് ഓർക്കാൻ കഴിയുമോ? പ്രൈസ് ഗോഡ്. അതുകൊണ്ടാണ് അവസാനം അവൻ്റെ ഡിപ്പാർട്ടിങ് വേർഡ്സ് എന്തായിരുന്നു? അതെപ്പോഴും നമ്മുടെ ചെവിയിൽ മുഴങ്ങണം. മത്തായിയുടെ സുവിശേഷം 28:20, അതായത് ലാസ്റ്റ് വാക്യം മത്തായിയുടെ സുവിശേഷത്തിൻ്റെ. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവീൻ. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോടുകൂടി ഉണ്ട് എന്ന് അരുളി ചെയ്തു. ഷുവർലി ഐ വിൽ ബി വിത്ത് യു ഓൾവേസ്. ജീവിതം ഡിഫറൻ്റായിട്ട് വരുമ്പോൾ നമ്മുടെ ഹൃദയം അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ഇന്നും ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായ ഒരു യേശു കർത്താവ് നമുക്കുണ്ട് എന്നാണ്. വൺ ഹു ഈസ് ദ സെയിം യെസ്റ്റർഡേ ടുഡേ ആൻഡ് ഫോർ എവർ. നീ പുറകോട്ട് നോക്കുമ്പോൾ നീ ഓൾറെഡി പല കാര്യങ്ങളിൽ മനസ്സ് വ്യാകുലപ്പെട്ടായിരിക്കും ഇരിക്കുന്നത്. എന്നാൽ പഴയ കാലത്ത് ദൈവം നടത്തിയത് ഓർക്കുമ്പോൾ ജയഭേരി മുഴക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം നമ്മെ സഹായിക്കും. യോശുവയുടെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 17-ാം വാക്യം. ജോഷുവ ചാപ്റ്റർ 1 വേഴ്സ് 17 ഇങ്ങനെ പറയുന്നു: ഞങ്ങൾ മോശയെ സകലത്തിലും അനുസരിച്ചതുപോലെ നിന്നെയും അനുസരിക്കും. നിൻ്റെ ദൈവമായ യഹോവ മോശയോടുകൂടി ഇരുന്നത് പോലെ തന്നെ നിന്നോടുകൂടെയും ഇരുന്നാൽ മതി. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, നമ്മൾക്ക് പറയാനുള്ളത് നമ്മൾ നല്ലവണ്ണം കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. യേശുവിനെ സ്നേഹിക്കുന്ന ഒരു കമ്മ്യൂണിറ്റി, അതിൽ നിന്നൊക്കെ നമുക്ക് നല്ല ഫ്രണ്ട്സ് വേണം. നമ്മുടെ സിൻഫുൾനെസ് അത് ഒരിക്കലും നമ്മൾ നിലനിൽക്കരുത്. ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് മുന്നോട്ട് പോക്കണം. യേശുവിനെക്കുറിച്ച് ഒന്നുകൂടെ ആഴത്തിൽ മനസ്സിലാക്കുവാൻ ശ്രമിക്കണം. അതാ ജോഷുവ ചെയ്തതൊക്കെ. വാഗ്ദത്ത നാട്ടിലേക്ക് എൻ്റർ ചെയ്യുവാൻ തക്കവണ്ണം യോശുവ ഒക്കെ റെഡിയായി വന്ന സമയം ജനം പറയുക, ഞങ്ങൾ മോശയെ അനുസരിച്ചതുപോലെ നിന്നെയും അനുസരിക്കുമെന്ന്. അതായത് എക്സോഡസും നമ്പേഴ്സും, അതായത് പുറപ്പാടും സംഖ്യാപുസ്തകവും നോക്കിയാൽ ബുക്ക് ഓഫ് ഗ്രംബ്ലിങ്. എന്നാൽ ജനം തോൽവി വന്നപ്പോഴും Joshua did not bail on his calling. He stuck around. He learned perseverance. Perhaps he knew his own failures well enough to expect a few of theirs too. കുഞ്ഞെ, ഈ ആഴ്ച ഏതെങ്കിലും വിഷയത്തിൽ നീ തോറ്റുപോയോ? ഈ സീക്രട്ടായിട്ട് വെച്ചിരിക്കുന്ന കാര്യം മറ്റുള്ളവർ അറിഞ്ഞു പോയോ? അവരുടെ പ്രോമിസ് ഉടഞ്ഞു പോയോ? അവരുടെ പ്രതിജ്ഞ ചെയ്യാതെ വണ്ണം അവരായിപ്പോയോ?
യാതൊരു ഫ്രണ്ട്ഷിപ്പും കാണിക്കാത്ത നെയ്ബറാണോ നിനക്കുള്ളത്? ഇങ്ങനെയൊക്കെ ഓരോന്ന് വരുമ്പോൾ ഒരു ഡീപ് ബ്രെത്ത് എടുത്തു, നിൻ്റെ തോൽവിയെ നീ ഒന്ന് ഓർത്തു, എന്നിട്ട് ദൈവത്തോട് പറ, ദൈവമേ എന്നെ ഒന്ന് സഹായിക്കണമേ. അവനൊരിക്കലും പരാജയപ്പെടുത്തുന്ന ദൈവമല്ല, അവൻ നമുക്ക് ജയം തരും. കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാൻ. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, നിൻ്റെ കൃപയിൽ ഞങ്ങളെ സൂക്ഷിക്കണമേ. ഞങ്ങൾ തോറ്റുപോകാൻ സമ്മതിക്കാതെ ഒരു ജീവിതത്തിൻ്റെ ഉടമസ്ഥരായതിൽ പാൻ്റെ കൊണ്ട് ഞങ്ങളെ സഹായിക്കണം. കർത്താവിൻ്റെ കൃപ ഞങ്ങളോട് ഇരിക്കണം. ഈശ്വരനാമത്തിൽ തന്നെ ആമീൻ. പ്രൈസ് ദി ലോർഡ്. ഗോഡ് ബ്ലെസ് യു ഓൾ.